God. Hallelujah. Hallelujah. Let us give thanks unto His holy name. ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി നമ്മെ കൂട്ടുവരുത്തിയ കർത്താവിന്റെ എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. Let us give thanks unto His holy name for bringing us together into His presence to worship God in spirit and truth. Hallelujah. Let us glorify His holy name this morning as we are in the presence of God. Let us give thanks unto His holy name. Let us praise His holy name. The only name that is worthy to be worshipped. Hallelujah. The only name that is worthy to be praised. Let us praise and glorify God's holy name this morning. സ്തുതിക്കും ആരാധനയ്ക്ക് യോഗ്യമായ നമ്മുടെ കർത്താവിന്റെ നാമത്തെ ഇന്ന് പകൽക്കാലം ഉയർത്തുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Let us pray for all the ministries that are going on over here this morning. Let us pray that in all those things our God's name shall be glorified. Hallelujah. The Lord's name shall be glorified in all those things. Hallelujah. Whatever things we do over here, giving praise, singing songs, exhorting from the word of God. Hallelujah. And also from hearing the word of God, time of testimony, all those things. സകലത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ. And all those things, the name of our Lord Jesus shall be glorified in and through us. Hallelujah. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസല്ലായിരിക്കാൻ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ദൈവത്തെ ആരാധിക്കാൻ, with the fullness of our heart, with the fullness of our mind, let us worship God. Let us give thanks of His name. And also let us confess. Hallelujah. Oh God, hallelujah. If there is any shortcomings in our life, cleanse us, O Master, with the blood of Jesus. Hallelujah. യേശുവിന്റെ രക്തത്താൽ കൈകൾ പ്രാപിച്ചവരായി, ശുദ്ധീകരിക്കപ്പെട്ടവരായി, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്ത് വരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let us come to that throne of grace. Hallelujah. Let us come to His throne of grace, thanksgiving and supplication. Hallelujah. Glorifying His holy name. Hallelujah. 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 സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവസ്ഥലം ഞങ്ങൾ അടുത്ത് വരുന്നു. വിശുദ്ധ ആരാധനയ്ക്കായി ഞങ്ങളെ കൂട്ടിവരുത്തിയ കർത്താവിന്റെ എല്ലാ ദയയ്ക്കായി സ്തോത്രം. ആദ്യത്തെ പരിശുദ്ധാത്മാവിന് പ്രത്യേകം നടത്തുമ്പോൾ ഞങ്ങൾ ചോദിക്കണം. അദ്ദേഹം വായിച്ച കർത്താവിന്റെ അഭിഷിക്തദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിവരുത്തി അവിടുത്തെ ദയയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അവിടുത്തെ തിരുപ്പാതവിടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിലും വിടുതലിൽ കാരണമാകണമേ. അവിടുത്തെ നാമം ഞങ്ങൾ ഉയർത്തപ്പെടട്ടെ. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഹല്ലേലൂയ സ്തോത്ര അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം ജനത്തിന്റെ മേലെ ചൊരിയുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഈശ്വരന്റെ നാമത്തിൽ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. Greetings to you all. In the name of our Lord and Savior Jesus Christ, we are here in the presence of God. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. Let us worship God. Hallelujah. As we are going to sing a couple of songs and worship God, let us all sing together. When we share the body, Curriculum 30, ദൈവത്തെ ആരാധിക്കുന്നു. Hallelujah. Praise God. Praise God. Praise God. ഈ വിശുദ്ധ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദിവസങ്ങളിലായിരിക്കാൻ ഒരവസരം നമുക്ക് ദൈവത്തിന്റെ നമ്മുടെ പാപമേറി ആ ക്രൂശിലേറി പാപം തീർത്ത് തന്ന നല്ല നാഥൻ, നമ്മളെ വീണ്ടെടുത്ത ആ നല്ല സ്നേഹം, ആ സ്നേഹത്തിനോട് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ആ വലിയ ദൈവത്തെ നമുക്ക് വാഴ്ത്തി മഹത്വപ്പെടുത്താം. വാഴ്ത്തുന്നെയും എന്നേശ്വരാജനെയും സർവകാലവും എന്നുള്ള കാലം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാഴ്ത്തുന്നേ എന്നേശ്വരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻകൃപാകരോ വാഴ്ത്തുന്നേ എന്നേശ്വരാജനെ കീർത്തിക്കുന്നു വൻകൃപാകരോ വാഴ്ത്തുന്നേ എന്നേശ്വരാജനെ എൻ പാപം പേറി വൻക്രൂശിലേറി
Yeah.
Of God, as we are going to sing one more song in the presence of God. The song says, our Lord has hold our right hand, and we are not able to stumble in our life, no matter whatever happens in our life. പതറുകയില്ല ഞാൻ പ്രതികൂലം അനവധി വന്നാൽ വീഴുകയില്ല ഞാൻ പ്രലോഭനം അനവധി വന്നാൽ എൻ കാന്തൻ കാത്തിടും സ്ത്രീയെ ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മെ കരം പിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. Let us thank God for holding our hands and leading us through, no matter what is the situation, no matter what trouble is coming our way. The Lord is always faithful. Hallelujah. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ് രാവിലെ കാലം. ഹൃദയംഗമായ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഇത്രയും ഉച്ചത്തിൽ പോലും ഉച്ചത്തിൽ നമ്മുടെ ദൈവത്തെ നന്ദി അറിയിച്ചാണ്. ഹല്ലേലൂയ. അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നന്ദി പറഞ്ഞാണ്. His holy name for His faithfulness in our life. Hallelujah. Along with that message, we are going to sing the song. വലങ്കരത്തിൽ പിടിച്ചത് നടത്തുന്നതിന് Praise the Lord Jesus. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവമീ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ.
Amen.
Lord Jesus. Hallelujah. We praise you, Jesus. Hallelujah. Amen. Amen. Jesus, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Lord. Amen. Let us raise our hands and praise God for hearing our prayers. Hallelujah. Let us all stand together in the presence of God. Psalm 77. We will read that psalm responsibly and give glory to God. 77-ാം സംഗീതം വാക്യപ്രതിഗാനമായി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം Psalm 77. ഞാൻ എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ച് എന്റെ ആത്മാവ് വിഷാദിക്കുന്നു. ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നു. അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. തൃക്കൈകൊണ്ട് നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. യാക്കോബിന്റെയും യോസഫിന്റെയും മക്കളെ തന്നെ. മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ വാതിലുകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെ വരുന്നു. മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ നിലത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ഹല്ലേലൂയ. Let us pray, raise your hands and give thanks to God. Hallelujah. You were us through the sea, you have passed through the great waters, yet your footprints were unseen. Hallelujah. Our God has created an unseen footprint down in the waters to the Red Sea and make his people to pass through. Hallelujah. ചെങ്കടലിന്റെ അടിത്തട്ടിൽ തന്റെ ജനത്തിന് വേണ്ടി കാൽച്ചുവടുകളെ ഒരുക്കി, ഉണങ്ങിയ നിലത്തെ ഒരുക്കിയിട്ട് ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ പ്രതികൂലമെന്ന ഹല്ലേലൂയ കണ്ടതുകൾ ഭയപ്പെടേണ്ട. ആ പ്രതികൂലത്തിന്റെ കീഴെ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി നമുക്കായി ഉള്ളതിനാൽ ദൈവത്തെ സ്തുതിച്ചാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാണ്. As we are standing in the presence of God, and the Christian poet to come forward and lead us in the time of worship. Hallelujah. Please പാട്ടോടെ പാടി നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രേമിനോട് ചേർന്ന് നമുക്ക് വീണ്ടും പാടി ദൈവത്തെ ആരാധിക്കാൻ worship God. Hallelujah. Praise the Lord. In Psalms 8 verses 3 and 4 we see, when I look at your heavens, the work of your fingers, the moon and the stars which you have set in place,
What is man that you are mindful of him, and the Son of Man that you care for him? When we look at the nature around us, when we look at all of God's creation, we see how amazing and wonderful the creation is. We see that God took time and He was He made sure that everything was created with utter perfection. Even up to the last minute detail, He made sure that everything was perfect. And this is a God that actually we have a personal relationship with Him. It says that what is man that you are mindful of him? God loves us so much, He created us in His own image, and He wanted that personal relationship with us. So I request all the believers to sing one of this old hymn, How Great Thou Art. Oh Lord my God, when I in awesome wonder consider all the worlds Thy hands have made, I see the stars, I hear the roar
God Almighty is great. Let us give thanks unto Him. Let us raise our hands and give thanks to Him. Hallelujah. Let us give a clap over Him in His holy name. Hallelujah. Our God is great and greatly to be praised. Hallelujah. How great is His heart. Hallelujah. How great are all the things He has done for us. Hallelujah. We look around, our God is so great. Just like we read from the Psalm, our God has created a path that deep down the sea for us. Hallelujah. When we see the trouble, when we see the things are around us, hallelujah. When we see the Red Sea that is right in front of us, we think that the way is closed, but our God has created a way under it. Hallelujah. A clear path. Hallelujah. ഉണങ്ങിയ നിലത്തെ സമുദ്രത്തിന്റെ അടിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് ദൈവം മെച്ചങ്ങളിൽ മുമ്പിൽ നിർത്തുന്നത്. എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. Let's give thanks unto His holy name. Gracious Lord, Heavenly Father, thank you. We praise your holy name. Thank you, Lord, for this day. Thank you, Lord, for helping us to worship you. Oh, it is your grace, O God. Hallelujah. Thank you, Lord, for your faithfulness. Thank you, Lord, for leading us thus far. And you are great. And we could sing that. We could realize that. We could perceive it. We could experience it. Hallelujah. And we thank you, Lord, for all the blessings that we are enjoying in our life, O Master. Everything is your grace. Hallelujah. And we thank you as we are going to be in your presence. Hearing from your word, hearing from testimonies, hearing from various thanksgiving. We pray that, O God, your presence shall be with us. Till this moment, we could experience your Master. Rest of the time also we give unto thy mighty hands. Thank you, Lord, for hearing your prayers. In Jesus' mighty name we pray. Amen. Please be seated in the presence of God. Hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for this wonderful day that God has given us. Especially we are so thankful to God for all of you who are over here this morning to worship God in spirit and truth. And we had a very blessed time of praise and worship session. Hallelujah. Let us thank God for that. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന സമയം ദൈവം നമുക്ക് നൽകി തന്നല്ലോ. Hallelujah. Today we are so excited that our district pastor, Pastor Jimmy Dickens, is with us. Dr. Jimmy Dickens, exactly. Pastor Jimmy Dickens is serving God for a long time in the Cornerstone Church of God in Awada, and also he is district pastor of Church of Rocky Mountain Region Church of God in Denver region, Denver area. I thank God for this great servant of God. Our bishop always say that he is the official theologian of the Rocky Mountain region. Dr. Dickens, he has completed his doctorate, and also he is teaching various theological courses in our region for our pastors, exhorters, and all those people. He's doing the leadership for the MIP program also. Pastor Dickens, we are so thankful to God, and also thankful to you for bringing you here and being with us. Last time when we went to Grand Junction for the pastor's summer camp, family conference, me and Jochen could attend that. And at that time, Jochen invited pastor especially to come over here. He accepted our invitation, and we thought of calling him for a few weeks later, but he said, I will come right away. June 22nd, he gave us a date right away in that place, and even though he's pastoring in church and he's so busy, but he has taken time to come to us and minister among us today. Will be minister for the word of God. And let's give a warm welcome to him, give thanks to him, and also welcome let us go to the word of God. Let us go to the psalm that we have just read. Psalm 77 is a psalm that is written by Asaph. Asaphinte ഒരു സങ്കീർത്തനമാണ് നാം കാണുന്നത്. Praise God. ആസാഫിന്റെ ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് പ്രധാനമായും കാണുന്നത് ദൈവത്തോടുള്ള നിലവിളിയാണ്. Praise the Lord. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, from verses 1 to 9, we see the psalmist is crying unto Lord during his troublesome time. As he is facing some difficult situations in his life, he is crying unto the Lord. But at the same time, he is remembering what God has done for him in the years of yesterdays. അവൻ ദൈവത്തോട് നിലവിളിക്കുകയും at the same time, അതേ സമയം തന്നെ ആ നിലവിളിയിലും പ്രയാസത്തിലും ആ ബുദ്ധിമുട്ടിന്റെ ഒക്കെ നടുവിലും ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുകയാണ്. Many times when we are in so much tension, when we are in troublesome situation, when we are worried, our heart is just like
is so much stirred up, we won't be able to remember things, right? പ്രത്യേകിച്ച് പരീക്ഷാ ഹോളിൽ കയറുമ്പോൾ എല്ലാം പഠിച്ചാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ വരും അല്ലേ? അങ്ങനെ ടെൻഷൻ വരുന്ന ആളിനോട് ഇവിടെ പെട്ടെന്ന് ടെൻഷൻ വരും. പരീക്ഷ ഹോളിൽ കയറുമ്പോൾ ടെൻഷൻ. അപ്പച്ചനൊക്കെ പറഞ്ഞത് പോരാന്നാണ് പറയുന്നത്. പക്ഷേ സൈക്കോളജി പ്രശ്നമാണ്. എന്തോ ആയിക്കോട്ടെ, when we enter the exam hall, here there is not much tension, but in the Indian setup, exam is a nightmare. Examination is a nightmare. Here it is not like. Here examination is enjoying. People, my kids, they don't study anything before going for housework. They are enjoying it. Teachers will say, in the Indian situation, teachers used to say, study hard, by heart all these things. Come tomorrow, we'll have test. But here teachers say, have a good breakfast, have a good dinner, sleep nicely, come cool. Is it like that? Yeah. Not in universities and schools that I'm saying. So, but in India, we go to the test with a tense mind. So when you are in so much tension, we tend to forget things. We cannot remember anything. Teacher, I learned all these things last night, but I don't remember anything right now. Why? It is not because we didn't study, it is because we are in tense situation. But here we can see the psalmist, even though he's troubled, even though he is stirred up in his mind, he is around a lot of difficult situation. From verse 10 onwards, he's crying out till verse 9. He's asking a lot of questions, logical questions through his brain. But verse 10 onwards, he is being elevated to a realm of the spirit where he is remembering what God has done for him in the extra years. Hallelujah. When he was troubled, when there was problems and difficulties happening in his life. പത്താം വാക്യം മുതൽ ആത്മാവിന്റെ തലത്തിലേക്ക് താൻ പ്രവേശിച്ചിട്ട് താൻ ഓർക്കുകയാണ് ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച്. മറ്റൊരു തലത്തിലേക്ക് താൻ മാറ്റപ്പെടുകയാണ്. We can see two moods in between Psalm 9 and verse 9 and verse 10, where we see that he is remembering what God has done. Dear people of God, I would like to encourage you that even though things are seems not going right in your way, you have to stop and think about and remember what God has done in your life. He's saying, I will remember your wonders of old. Not only throughout his lifetime, but when we see the word of God, when we see the life of our forefathers, life of our parents, as we are growing up, and we might have heard a lot of stories, a lot of experiences from our grandparents, right? Kids, all of you are here? Who would like to hear stories from your grandparents, that the ways that God has done? പട്ടി ഒടിഞ്ഞ് കടിക്കാൻ വന്നപ്പോൾ രക്ഷപ്പെട്ട കഥയല്ല, ആ കഥയല്ല, മറ്റ് the ways that God has led them through faith, the miraculous ways God has led them. How many of you, the kids and the youth who are here, who would like to hear that? It is not just to hear that, it is to remember it when you are facing similar trouble. Praise God. I would like to encourage the parents to tell them, praise God. Don't tell them every time to study and do things, but give them experience also. Praise God. Tell them the ways that God has done. Don't think that, no, don't think that. They grasp it. They take it. Because it is not only the human words, it is the words of the Holy Spirit that will touch their heart. Hallelujah. So that will guide them when they go through such situations in their life and similar situations in their lives. And he is historically explaining the ways, the psalmist is explaining the ways God has led the people of Israel. Hallelujah. Praise God. I would like to conclude. I don't want to take much time this morning. Hallelujah. As the psalmist is concluding, he is saying that the people who were standing right before the Red Sea, ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന വലിയൊരു സമൂഹത്തിന് അടഞ്ഞ വഴിയാ കണ്ടത്. പക്ഷേ മോശയ്ക്ക് വെളിപ്പെട്ടത്, ഹല്ലേലൂയ, സമുദ്രത്തിന്റെ അടിയിൽ ദൈവം ഒഴുകിയ ഉണങ്ങിയ നിലം വെളിപ്പെടുവാനിടയായി. Oh, today you may be standing right in front of Jordan. You may be standing right in front of the Red Sea. You may be standing right in front of lofty mountains on both sides and Pharaoh coming from behind. But our God has created an unseen path, an unseen way right in front of you. നിങ്ങളുടെ മുമ്പിൽ ഉണങ്ങിയ നിലത്തൂടെ നിങ്ങളെ കടക്കുമാറാക്കുന്ന ഒരു വഴി പ്രതികൂലത്തിന്റെ നടുവിൽ അടിയിൽ അവൻ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ദൈവത്തെ സ്തുതിച്ചാൽ, ഹല്ലേലൂയ.
Praise the Lord. Hallelujah. Praise the Lord. Hallelujah. സ്തോത്രം. പകൽക്കാലം ദൈവത്തിന് നന്ദി കരയട്ടെ. കർത്താവേ, അങ്ങ് ഒരുക്കിയ വഴികൾക്കായി നന്ദി എന്ന് പറഞ്ഞാട്ട്. Let us give thanks to Lord for the ways. By faith we are seeing that. Hallelujah. Oh, hallelujah. Faith is the substance of what is unseen. Hallelujah. Praise the Lord. Hallelujah. നാം കാണാത്തത് വിശ്വസിക്കുന്നവരാ. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ. Hallelujah. നമുക്ക് ഇത് പകൽക്കാലം പറയാൻ കഴിയും. പ്രതികൂലമേ നിന്നെ തകർക്കുവാൻ സെരുബ്ബാബേലിന്റെ മുകളിലെ മഹാപർവ്വതം അതിന് സമഭൂമിയായി തീരുന്ന ഒരു ദൈവപ്രവൃത്തി നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. Let us close our eyes for a moment. Hallelujah. Let us take this message. Hallelujah. As we are going to step out into our life activities, into our job. Hallelujah. This week, hallelujah. Let us pray that God, you shall make my life victorious. In the name of Jesus. Hallelujah. You shall go in front of me. You shall make paths and ways in front of me where the gates are closed, where the paths are not seen. Hallelujah. I believe and take step by step faith. ചുവടുകൾ വിശ്വാസത്തോടെ എടുത്തു വെക്കുക. ചുറ്റും പ്രതികൂലങ്ങളുള്ളപ്പോൾ ഹല്ലേലൂയ മുന്നോട്ട് നീങ്ങുവാൻ കർത്താവിനെ സഹായിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം ഭാരത്തോടിരിക്കുമ്പോഴും പ്രതികൂലത്തിലായിരിക്കുമ്പോഴും അവിടുത്തെ വഴി ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അങ്ങ് ആഴത്തിൽ ഒരുക്കിയിരിക്കുന്നുള്ള ഉറപ്പോടെ ചുവടുകളെടുത്ത് വെക്കുവാൻ കർത്താവിനെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഭാരം മഹത്വം അവിടുത്തെ നാമത്തിന് അർപ്പിക്കും. തുടർന്ന് നിമിഷങ്ങളെ അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Amen. Hallelujah. Praise God. Now the kids will come forward and say the memory verses. Our children, please come forward. The memory verses. We pray for them who are saved. Jesus. Hallelujah. Then Jesus said to his disciples, if any of you want to be my follower, you must give up your own way, take up the cross and follow me. If you try to hang on to your life, you will lose it. But if you give up your own life for my sake, you will save it. And what do you gain if you get the whole world but lose your own soul? Is anything more important than your own soul? For a Son of Man will come with his angels, and in the glory of his Father, and will judge people according to their deeds. Matthew 16, verses 24 to 27. Be on guard, stand firm in the faith, be courageous, be strong. 1 Corinthians 60, verses 13. 2 Corinthians 9:8. And God will generously give all you need. And then you will always have everything that you need. And you will always have plenty left over to share with others. Amen. Psalm 121. 1 and 2. I lift up my eyes to the mountain hill, to my help come from. My help comes from the Lord, which made heaven and earth. Proverbs chapter 3, verse 1 and 2. My son, do not forget my teachings, keep my commands in your heart. They will help you live for many years and bring peace and joy. I will give you a new heart and put a new spirit within you. I will take the heart of stone out of your flesh and give you a heart of flesh. Ezekiel 36, verses 26. Matthew 3, verse 8. Produce fruit in keeping with repentance. He shall cover you with his feathers, and under his wings you shall take refuge. His truth shall be your shield and buckler. You shall not be afraid of the terror by night, nor of the arrow that flies by day, nor of the pestilence that walks in darkness, nor of the destruction that lay at noonday. Psalms 91, verses 4, 5, and 6. Amen. Colossians 3, verses 12 to 14. Therefore, as chosen people of God, holy and dearly loved, clothe yourselves with compassion, kindness, humility, gentleness, and patience. Bear with each other and forgive one another.
if any of you have any grievance with each other, as forgive as the Lord forgave you. And of all these virtues, put on love, which binds them all together in perfect unity. Ephesians chapter 4, verses 4 to 6. There is one body and one spirit, just as you were called in one hope of your calling, one Lord, one faith, one baptism, one God and Father of all, who is above all, and through all, and in you all. But God, being rich in kindness, through the great love by which He loved us, even when we were dead in our trespasses, made us alive together in Christ. For at the time He might show us the immeasurable riches in Christ through His faithfulness and grace. Ephesians 2, verses 4 and 5. For by wisdom a house is built by understanding and practice. By knowledge its rooms are filled with rare and beautiful riches. For a wise man is strong, and a man of knowledge increases in strength. For a waging war you need wisdom, and to victory you need many advisors. Proverbs 24, 3 to 6. Praise God. യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുന്ദര രൂപനെ ഞാൻ ഇവേ Rappanella vide
In Arvada Cornerstone Church of God for the last 25 plus years. He just finished 25 years in the 2023, right? 2023, he finished 25 years of ministry in that church in Arvada. They are blessed servants of God, ministering relentlessly for our God, and they are supported by other ministers also. Today we are here to hear the word of God from him. I request Dr. Jimmy Dickens to come forward and share from God's word, and I will be translating for him. God bless him. Amen. Thank you. Stop. Sit down. Hello. Yeah, that's all. Okay. Can you hear me? Amen. Amen. Praise the Lord. It's an honor to be here with you this morning. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരു ഓണറായ ഒരു ബഹുമാനമായ പദവിയായി കരുതുന്നു. I appreciate Pastor Abraham giving me this opportunity to share with you. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യേ വചനം ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കിയ പാസ്റ്റർ എബ്രഹാമിനോട് നന്ദി അറിയിക്കുന്നു. Before I get to the message, I want to share with you a little bit of my testimony. ഞാൻ ദൈവത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് എന്റെ ചില അനുഭവങ്ങൾ നിങ്ങളുടെ മധ്യേ പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. I was raised in a Baptist church. ഞാനൊരു ബാപ്റ്റിസ്റ്റ് സഭയിലാണ് ജനിച്ച് വളർത്തപ്പെട്ട് വന്നത്. And then when I was 18, എനിക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ I started dating a Church of God girl. എനിക്ക് ഒരു ചർച്ചക്കോടിലെ ഒരു പെൺകുട്ടിയുമായി പരിചയപ്പെട്ട് സംസാരിക്കാനിടയായി. Her family had a Bible study every week. എല്ലാ ആഴ്ചയും ആ ചർച്ചക്കോടിലെ സഭയിൽ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. And that's where I learned about Pentecostal churches. അങ്ങനെ അവളുടെ കൂടെ ആ സുഹൃത്തിന്റെ കൂടെ ഞാൻ ബൈബിൾ സ്റ്റഡിക്ക് പോകുമ്പോൾ അവിടെ വെച്ചാണ് പെന്തക്കോസ്റ്റൽ സഭയെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ആദ്യമായി കേൾക്കുവാനിടയായി. And I really got interested because they were showing me things in the Bible I'd never really noticed before. എനിക്ക് വളരെയധികം അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് തോന്നി. കാരണം അവർ ഞാൻ അതുവരെയും വേദോസ്തവത്തിൽ കാണാത്ത ചില വചന സത്യങ്ങളെക്കുറിച്ച് അവിടെ പറയുകയുണ്ടായി. And I remember I went to a revival meeting at her church. അങ്ങനെ ഒരു ദിവസം ആ സഭയിൽ ഒരു ഉണർവ് യോഗം ക്രമീകരിക്കുകയുണ്ടായി. ആ ഉണർവ് യോഗത്തിൽ എനിക്ക് കടന്നുപോയി പങ്കെടുക്കുവാനിടയായി. And she went down to the altar to pray for the baptism of the Holy Spirit. അങ്ങനെ പ്രാർത്ഥന നടക്കുന്നപ്പോൾ നമുക്കറിയാം കാത്തിരിപ്പ് യോഗത്തിൽ സാധാരണ സംഭവിക്കുന്നത് പോലെ മുൻപോട്ട് ആളുകളെ വിളിച്ചു. എന്റെ ആ സുഹൃത്ത് അവൾ മുൻപോട്ട് കടന്നുപോയി പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുമ്പിലേക്ക് കടന്നു വരേണ്ടതായി. Even though she'd been raised in the Church of God all of her life, she'd never received it. അവള് ചർച്ചക്കോട് സഭയിലാണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിലും അവൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മ സ്നാനം എന്ന അനുഭവം അതുവരെ ഉണ്ടായിരുന്നില്ല. I remember while she was down there praying, the evangelist came back and talked to me. അങ്ങനെ മുമ്പിൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മീറ്റിംഗ് ലീഡ് ചെയ്ത ദേവദാസൻ പെട്ടെന്ന് എന്റെ അടുക്കലേക്ക് കടന്ന് എന്നോട് സംസാരിക്കുന്നത്. And he said, "Son, are you saved?" എന്നോട് ചോദിച്ചു, സഹോദര താങ്കൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. And I said, "Yes, sir, I am." ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. He said, "Have you been filled with the Holy Ghost?" നീ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച വ്യക്തിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. And I said, "No." ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. And then he asked me a great question. He said, "Do you want to be?" ഞാൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. And I remember there was a thought process that went through my mind.
ഞാൻ അങ്ങനെ ആ ചോദ്യം കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് നിന്ന് ചിന്തിപ്പാനിടയായി. The first was, I know I'm going to marry that girl down there at the altar. എന്റെ ആ സുഹൃത്തിനെ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. And the second was, I've learned enough to where I was interested. ഞാൻ അറിയത്തില്ല എത്രത്തോളം അതിൽ എനിക്ക് താല്പര്യം ഈ ചോദിച്ച ചോദ്യത്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ താല്പര്യം ഞാൻ ചിന്തിപ്പാനിടയായി. So I said, okay, I'll go. And I went down to the altar. അങ്ങനെ ഒരു നിമിഷം ചിന്തിച്ച ശേഷം ഞാൻ തീരുമാനമെടുത്തു. ഞാൻ മുമ്പോട്ട് കടന്നുപോയി പ്രാർത്ഥിക്കും. And I prayed the most naive prayer I've ever prayed in my life. ഞാൻ അങ്ങനെ വളരെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന ആ പകൽക്കാലം അവിടെ ആ സന്ധ്യയിൽ അവിടെ നടത്തിയുണ്ടായി. I said, God, you got one chance. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഒരു വല്ലാത്ത മാനസിക പരിസ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. ദൈവമേ, നിനക്ക് ഞാൻ ഒരു ചാൻസ് തരിക. And he baptized me in the Holy Spirit. അങ്ങനെ ഒരു ചാൻസ് ഞാൻ അങ്ങനെ മനസ്സിലോടെയാണ് ഇരിക്കുന്നതിനെ പറ്റി വലിയ ധാരണയില്ല. അങ്ങനെ ഒറ്റ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ ദൈവം അന്ന് സന്ധ്യയെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുകയാണ്. And I got it before my wife. എന്റെ ഭാര്യ, ഇപ്പോൾ എന്റെ ഭാര്യയായിരിക്കുന്ന സഹോദരി, അന്ന് അവൾ പ്രാർത്ഥിച്ചു. പക്ഷെ അവൾക്ക് ലഭിക്കും മുമ്പ് എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനില്ല. She's resented that ever since. അവൾ അന്ന് മുതൽ ഇത് പറയപ്പെടും. ഞാൻ ആദ്യം ആഗ്രഹിച്ചേ, പക്ഷെ അത് നിങ്ങൾക്കാണ് ആദ്യം ലഭിച്ചത്. That was 50 years ago this year. ഇന്ന് ഈ വർഷം മുതൽ 50 വർഷം മുൻപാണ് ആ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരേണ്ടത്. I've been a minister in the Church of God for 46 years. 46 വർഷമായി ഞാൻ ചർച്ചക്കോടിന്റെ ഒരു ശുശ്രൂഷകനാണ്. And I just hope that I can share something with you this morning that will bless you. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അനുഗ്രഹമാണെന്നും ദൈവത്തിന്റെ വചനത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. We're going to be looking in Genesis chapter 32. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. And we're going to be starting in verse 24. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമുക്ക് പ്രാരംഭത്തിൽ ചിന്തിക്കാം. My translations are just a tad bit different, so I'm going to read from the screen back there. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നിന്ന് വായിപ്പാൻ കഴിയുമല്ലോ. And Jacob was left alone, and a man wrestled with him until the breaking of day. അപ്പോൾ ഒരു പുരുഷൻ വിശ്വസാകുവോളം അവനോട് മല്ലുപിടിച്ചു. When the man saw that he did not prevail against Jacob, he touched his hip socket, and Jacob's hip was put out of joint as he wrestled with it. അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. Then he said, "Let me go, for the day has broken." But Jacob said, "I will not let you go unless you bless me." എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. And he said to him, "What is your name?" And he said, "Jacob." നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. Then he said, "Your name shall no longer be called Jacob, but Israel, for you have striven with God and with men and have prevailed." നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. Then Jacob asked him, "Please tell me your name." But he said, "Why do you ask my name?" And there he blessed him. യാക്കോബ് അവനോട് നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേര് ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. So Jacob called the name of the place Peniel, saying, "For I have seen God face to face, and yet my life has been delivered." ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. The sun rose upon him as he passed Penuel, limping because of his hip. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു, എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. Therefore, to this day, the people of Israel do not eat the sinew of the thigh that is on the hip socket, because he touched the socket of Jacob's hip on the sinew of his thigh. അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്ന് വരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. Jacob was scared. യാക്കോബ് വളരെ
ഭയചകിതനായിരുന്നു. He knew that he was about to meet his brother. ജേക്കബ് നന്നായിട്ട് അറിയാം തന്റെ ജ്യേഷ്ഠ സഹോദരനെ കാണുവാൻ താൻ പോവുകയാണ്. He was afraid of his brother. അവന്റെ ജ്യേഷ്ഠ സഹോദരനെ വളരെ ഭയപ്പെട്ടിരുന്നു. He had stolen from his brother. അദ്ദേഹം തന്റെ സഹോദരനിൽ നിന്ന് അനുഗ്രഹം അപഹരിച്ചിരുന്നു. His brother had one goal in life. അവന്റെ സഹോദരന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, to kill Jacob. യാക്കോബിനെ എങ്ങനെയെങ്കിലും വകവരുത്തുക. He was marching toward him with 600 men. 600 ആളുകളുമായി യാക്കോബിനെ നേരിടാൻ ഏശാവ് കടന്നു വരികയാണ്. When you got 600 men coming with you, it's not to say hello, how are you? ഈ 600 ആളുകൾ നിങ്ങളെ എതിർപ്പെടാൻ ആയുധങ്ങളായിട്ട് വരുമ്പോൾ എന്തുകൊണ്ട് വിശേഷം ചോദിക്കാനല്ല വരുന്നത് എന്ന് നമുക്ക് നല്ലതായിട്ട് അറിയാം. So Jacob had gone out into the woods and prayed and trying to get things right in his mind. അവന്റെ മനസ്സിൽ അല്പം ധൈര്യം ലഭിക്കാൻ വേണ്ടി ആ വനാന്തരത്തിലെ ജേക്കബ് ഇരുന്ന് പ്രാർത്ഥിപ്പാനിടയാ നമുക്കറിയാം. And then someone grabbed him. എന്നാൽ ആ പ്രാർത്ഥനയിൽ ആരോ യാക്കോബിനെ കയ്യിൽ പിടിച്ചെന്ന് യാക്കോബ് അനുഭവിച്ചു. His first thought was probably it's Esau. അദ്ദേഹത്തിന്റെ ചിന്ത ഇപ്രകാരമായിരിക്കും, എന്നെ കയ്യിൽ പിടിച്ച ആ ബലിഷ്ഠമായ കാര്യം ഒരുപക്ഷേ തന്റെ ജ്യേഷ്ഠൻ ഏശാവിനെയാണെന്ന് ചിന്തിച്ചാണ്. And they wrestled all night. രാത്രി മുഴുവൻ അവർ തമ്മിൽ തല്ലുപിടിച്ചു. And finally the dawn is coming. ഉഷസ് ആകുവാൻ സമയമാകുന്നു, നേരം വെളുക്കാറായി. And the man said, let me go. എന്നാൽ ഈ മനുഷ്യൻ പറയുകയാണ്, അതിനെ പിടിച്ചിരിക്കുന്ന മനുഷ്യൻ പറയുക, എന്നെ വിട്, ഞാൻ പോട്ടെ. Now, in case you didn't realize this, the guy was holding back. എന്നാൽ ആ മനുഷ്യൻ ഇവനെ മുറുകെ പിടിച്ചിരുന്നു. Later on, it says that one angel killed 185,000 men in a night. നമുക്കറിയാം, ഒരു ദൂതൻ ഒരു രാത്രി കൊണ്ട് 1,85,000 മനുഷ്യരെ കൊന്നുകളഞ്ഞ അത്രയ്ക്ക് ബലമുള്ള ഒരു ദൂതനാണ് ദൈവത്തിന്റെ ദൂതൻ. But Jacob said, I will not let you go until you bless me. പക്ഷേ യാക്കോബ് പറയുന്നു, ഇതുപോലുള്ള ശക്തമുള്ള ഒരു ദൂതനെ യാക്കോബ് പിടിച്ചിട്ട് പറയാ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ എന്നെ വിടത്തില്ല. And this is what I really want to talk to you about this morning. ഇന്ന് രാവിലെ കാലം അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. The blessing of Jacob. യാക്കോബിന്റെ അനുഗ്രഹം. He got two blessings. യാക്കോബിന് 2 അനുഗ്രഹം കിട്ടി. One looked like a blessing. ഒന്ന് അനുഗ്രഹം പോലെ തോന്നുമാറാക്കുന്ന ഒരു അനുഗ്രഹമായിരുന്നു. The other one did not look like a blessing. എന്നാൽ അടുത്തത് അനുഗ്രഹമെന്ന് ഒറ്റയടിക്ക് കണ്ടാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു അനുഗ്രഹമായിരുന്നു. Imagine, if you would, when he came walking in that next morning. ആ പിറ്റേ ദിവസം രാവിലെ താൻ നടന്നു വന്നപ്പോൾ നടപ്പിനെ നോക്കിയാൽ നമുക്കറിയാം ആ അനുഗ്രഹത്തെ കുറിച്ചുള്ള ഒരു അറിവ്. He's dirty. അല്ലെ, ശരീരം മുഴുവൻ അഴുക്ക് പിടിച്ചിരുന്നു, Filthy. അവന് വല്ലാത്ത ഒരു മണം തന്റെ ശരീരത്തിലുണ്ടായിരുന്നു. Probably bloody. അവന്റെ ശരീരത്തിൽ പക്ഷേ ഈ മൽപ്പിടുത്തത്തിലുണ്ടായ രക്തകണികൾ തന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയിരിക്കാം. And he's limping. അവന് ഞൊണ്ടി ഒത്തിയൊത്തിയാണ് നടന്നത്. If someone had asked him, what happened to you? അങ്ങനെയുള്ള ഒരു വരവില് ശരീരം മുഴുവൻ ആകെ ഇളകി ഒളിഞ്ഞ് ഞൊണ്ടി വരുമ്പോ ആകെ എന്ത് പറ്റി സഹോദരൻ ചോദിച്ചാൽ, And he said, I got blessed. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? I would have looked at that and said, I'll pass. ഞാൻ അങ്ങനെ ഈ അനുഗ്രഹം എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞതിനെ, കാരണം അവന്റെ ഗതി കണ്ട. Praise the Lord. So those are the two blessings he got. നിങ്ങൾ അവൻ ലഭിച്ച 2 അനുഗ്രഹങ്ങൾ നോക്കി. The first blessing looked like a blessing. ഒന്നാമത്തെ അനുഗ്രഹം ശരിക്കും ഒരു അനുഗ്രഹം പോലെ തോന്നിക്കുന്ന ഒരു അനുഗ്രഹമാണ്. His name changed. അവന്റെ പേര് മാറിപ്പോയ അനുഗ്രഹം. Did you notice that he was asked, what is your name? നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിന്റെ പേര് എന്തെന്ന് 2 അനുഗ്രഹത്തിന് മുമ്പ് ചോദിച്ചിരുന്നു അല്ലേ? His name was Jacob, which meant to grasp. അവന്റെ പേര് ജേക്കബ് എന്നായിരുന്നു. അവന്റെ പേര് അതിനകത്ത് ഉപായി എന്നാണ്. He was named that because of the way he was born. അവൻ ജനിച്ച സമയത്തെ അവന്റെ ജനന രീതി അനുസരിച്ചാണ് ആ പേര് അവൻ ഇട്ടത്. His brother was born first. അവന്റെ സഹോദരനാണ് ആദ്യം ജനിച്ചത്. But Jacob had a hold of his foot as he was born. എന്നാൽ അവന്റെ കുതികാലെ പിടിച്ചുകൊണ്ടാണ് ജേക്കബ് പുറകെ വന്നത്. And he had spent his whole life living up to his name.
അങ്ങനെ ജീവിതകാലം മുഴുവൻ ആ പേര് പോലെ തന്നെ അന്വർത്ഥമാക്കുന്ന ഒരു ജീവിതമാണ് യാക്കോബ് നയിച്ചത്. He was a sneak. അവന് പലപ്പോഴും ഉപായിയായി ജീവിച്ചു. He connived. Connived. That means he planned. അവര് വളരെ Planned to do something bad. വളരെ കൗശലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. And he tricked his brother whenever he could. അവനെപ്പോഴും അവന്റെ സഹോദരനെ കണ്ടാലും ആ ഉപായം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. Which is why he left home. അതുകൊണ്ടാണ് അവൻ വീട്ടിലിരുന്ന് സുഖിമാനായി ജീവിച്ചത്. Because his brother decided they were going to kill him. അവന്റെ സഹോദരൻ അവനെ കൊന്നുകളയുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. So his mom and daddy sent him away. അതുകൊണ്ടാണ് അവന്റെ ആ പ്രശ്നത്തിന് ശേഷം അവനെ വീട്ടിൽ നിന്ന് പറഞ്ഞ് ദൂരത്തേക്ക് അയച്ചത്. And there he met someone worse than him. അവനേക്കാൾ വലിയ കൗശലക്കാരനായ ഒരുത്തനെയാണ് ലാബാനെ കണ്ടുമുട്ടിയത്. His father-in-law. അദ്ദേഹത്തിന്റെ അമ്മായിപ്പനായ ലാബാൻ. His father-in-law traded brides on him on the wedding night. നമുക്കറിയാം യാക്കോബിനേക്കാൾ കളിപ്പിക്കാൻ പഠിച്ച ആളായിരുന്നു ലാബാൻ. കല്യാണത്തിന്റെ രാത്രിയിൽ പെണ്ണിനെ മാറ്റിക്കണം. Not a nice guy. ഇവനേക്കാൾ കുറിക്ക് അറിയാവുന്ന വ്യക്തിയായിരുന്നു ലാബാൻ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. But Jacob learned over the years. എന്നാൽ ഈ വർഷങ്ങളെല്ലാം ആ ലാബാന്റെ വീട്ടിലായിരുന്നു പല കാര്യങ്ങളിൽ യാക്കോബ് പഠിച്ചു. That what was important in life was not the scheme, but the blessing of God. അതെ ജീവിതകാലത്ത് ലാബാന്റെ ഭവനത്തിൽ പഠിച്ചു ഈ കൗശല ബുദ്ധിയോടൊന്നും ജീവിതം നേടുവാൻ കഴിയത്തില്ല. അതല്ല യഥാർത്ഥ അനുഗ്രഹം. യഥാർത്ഥ അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. Because his father-in-law came up with scheme after scheme after scheme. കൗശലങ്ങളും തന്ത്രങ്ങളുമായി തന്റെ അമ്മായിപ്പിനെ ഒന്നിനു പുറകെ ഒന്നായി യാക്കോബിന്റെ പിന്നാലെ വരുവാനിടയായി. And every time he changed things so that Jacob would lose what he had, God blessed him anyway. ദൈവം നൽകി ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നായി ലാബാൻ വാക്ക് മാറ്റി പറഞ്ഞ് യാക്കോബിന് നഷ്ടമാകാൻ തുടങ്ങി. He said, I'm going to give you all a white sheep. യാക്കോബ് പറഞ്ഞു, ലാബാൻ പറഞ്ഞു നിനക്കല്ല വെള്ള ആടുകളെ മുഴുവൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. And then he sold them all. അതെല്ലാത്തിനെയും വിറ്റ് കളഞ്ഞു. And kept the black ones. കറുത്ത ആടുകളെ വെച്ച് കൊടുത്തു. But then the black ones started having white sheep. എന്നാൽ ഈ കറുത്ത ആടുകൾ വെള്ള ആടുകൾക്ക് ജന്മം തുടങ്ങി. Because God's blessing is always greater. ലാബാന്റെ ജീവിതത്തിലെ ലാബാന്റെ സകല സമ്പത്തിലും ഭൂരിഭാഗവും യാക്കോബിന്റെ കയ്യിലായി. കാരണം ദൈവം തന്നെ അനുഗ്രഹിച്ചതുകൊണ്ട്. So when Jacob had to say, my name is Jacob, യാക്കോബിന് പറയേണ്ടി വന്ന അവസാനം എന്റെ പേര് യാക്കോബ് എന്നാണ്. he wasn't proud of the name. അവൻ ആ പേരില് അധികം ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. And that's when he got a new name. അതുകൊണ്ടാണ് അവൻ ആ പേര് ഏറ്റു പറഞ്ഞപ്പോൾ അവനൊരു പുതിയ പേര് ലഭിക്കാനിടയായത്. Israel, ഇസ്രായേൽ, which means Prince of God. ദൈവത്തിന്റെ പ്രഭു എന്ന പേരിൽ താൻ പിന്നീട് അറിയപ്പെടുകയായി. Imagine that. The one who grabs to the Prince of God. ഒന്ന് ചിന്തിച്ച് ഉപായി എന്ന പേരിൽ നിന്ന് നേരെ ദൈവത്തിന്റെ പ്രഭു എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. Isn't that just like salvation? നമുക്കറിയാലോ ഇസ്രായേലിന്റെ ചരിത്രം. ആ പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. You may have spent your whole life as a sinner, as a thief, just doing bad stuff. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളൊരു ഉപായിയായി, ഒരു പാപിയായി, തെറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിയായി ജീവിക്കുന്ന വ്യക്തിയാകാം. But then Jesus saves you. എന്നാൽ യേശു കർത്താവിനെ രക്ഷിച്ചു കഴിയുമ്പോൾ And you have a new name. നമുക്കൊരു പുതിയ പേര് ലഭിക്കുകയാണ്. You're a child of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലായി മാറുകയാണ്. And God's blessing is upon you. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുകയാണ്. That's what Jacob had learned. അതാണ് യാക്കോബ് അന്ന് രാത്രിയിൽ പഠിച്ചത്. When he realized that he was wrestling with God, അദ്ദേഹം തിരിച്ചറിഞ്ഞു, ദൈവമേ ഞാൻ നിന്നോടാണ് വെല്ലുവിളിച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോൾ he said, I'm going to hold on till you bless me. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറയുകയുണ്ടായി.
We need to remember that sometimes. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു സംഭവം ഓർക്കേണ്ടത് ആവശ്യമാണ്. When everything's going bad, ചിലപ്പോൾ കാര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി സംഭവിക്കുമ്പോൾ just keep holding on to God. ദൈവത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. And He will bless you. ദൈവം വാസ്തവമായി എപ്പോഴും അനുഗ്രഹിപ്പാനിടയാവും. Then we come to the second blessing. രണ്ടാമത്തെ അനുഗ്രഹത്തിലേക്ക് നാം വരുമ്പോൾ, And you may be saying, what? നിങ്ങൾ ചോദിക്കും എന്താണ് അത് രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്? Remember how He touched him in the hip and he started limping? നിങ്ങൾക്കറിയാമോ, അവന്റെ തുടയിൽ ദൂതൻ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഞൊണ്ടി നടക്കാൻ തുടങ്ങി. And he limped for the rest of his life. അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ നടന്നത്. And it was remembered among the children of Israel, and they always honored it. അങ്ങനെ ആ കാര്യം യാക്കോബിന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഇസ്രായേൽ മക്കൾ മുഴുവൻ അത് ഓർത്തിരുന്നു. അതവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ് നാം വായിച്ചത്. It didn't look like a blessing, did it? അതൊരു അനുഗ്രഹം എന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുകയില്ല. But you know what happened the next day? എന്നാൽ പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചത്? Jacob met his brother. രണ്ടാമത്തെ ദിവസം, പിറ്റേ ദിവസം യാക്കോബിന്റെ സഹോദരനായ ഏശാവിനെ കണ്ടുമുട്ടി. And all his warriors. അവന്റെ കൂടെയുള്ള സകല ആളുകളോടും ചേർന്ന് യാക്കോബ് ഏശാവിനെ എതിർപ്പെടുകയാണ്. And Jacob started walking toward him. അങ്ങനെ യാക്കോബ് ആ ഏശാവിന്റെ അടുക്കിലേക്ക് നടന്നിരിക്കുകയാണ്. And when his brother saw the lamp, എന്നാൽ ഏശാവ് യാക്കോബ് ഇങ്ങനെ ഞൊണ്ടി തന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടപ്പോൾ his heart was changed. അവന്റെ ഹൃദയം മാറുവാനിടയായി. That limp saved his life. ആ ഞൊണ്ടി നടന്നത് അവന്റെ ജീവിതം രക്ഷിപ്പാനിടയായിട്ടുണ്ട്. You see, sometimes we're not smart enough to recognize a blessing. പലപ്പോഴും നമുക്ക് ചിന്തിപ്പാൻ കഴിയത്തില്ല ഇത് അനുഗ്രഹമാണോ തരത്തിൽ അതിനെ കാണുവാനുള്ള ഒരു ബുദ്ധി നമുക്ക് പലപ്പോഴും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കഴിയില്ല. I'm going to tell you a story about my daddy. എന്റെ പിതാവിനെ കുറിച്ച് നിങ്ങളൊരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. My daddy had bought a brand new car. എന്റെ പിതാവ് ഒരു പുതിയ കാർ ഒരിക്കലും വാങ്ങിക്കുകയുണ്ടായി. And my mother and him had gone to South Carolina. സൗത്ത് കാരോലിനയിലേക്ക് എന്റെ പിതാവും മാതാവും ആ കാറിൽ യാത്ര ചെയ്ത് പോയി. And we're coming back home. അവർ തിരിച്ചു വരികയായിരുന്നു. And about an hour from home, his brand new car stopped running. അങ്ങനെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ദൂരെ ഉള്ളപ്പോൾ ആ കാറ് വഴിയരികിൽ കേടായി, അത് ഓടാൻ കഴിയാതായി. It stopped running in a town where one of my daddy's close friends lived. അവിടെ ആ കാറ് കേടായ ആ സിറ്റിക്ക് അടുത്ത് തന്നെ എന്റെ പിതാവിന്റെ ഒരു വളരെ ആത്മാർത്ഥ സുഹൃത്ത് താമസിക്കുന്നുണ്ട്. So he called him up. അങ്ങനെ ആ സുഹൃത്തിനെ സഹായത്തിനായി വിളിച്ചു. And they were able to get him to the dealership and repair the car. അങ്ങനെ ആ ഡീലർഷിപ്പ് അടുത്ത തന്റെ സഹായത്തോടുകൂടി അടുത്ത ഡീലർഷിപ്പിൽ പോയി ആ കാറ് ശരിയാക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. But he had to spend most of the day there waiting on his car to be repaired. അങ്ങനെ കാറ് ശരിയാക്കുന്നതിനും വരെ എന്റെ സുഹൃത്തിന്റെ പിതാവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഞങ്ങൾ തങ്ങുന്നുണ്ടായി. So he spent that day with his friend. അങ്ങനെ ആ ദിവസം മുഴുവൻ താൻ തന്റെ സുഹൃത്തിനോട് ചെലവഴിക്കുക. And then he came on home. അതിനുശേഷം താൻ വീട്ടിലേക്ക് വന്നു. And for 2 weeks, all we heard was how his new car had broke. അങ്ങനെ 2 ആഴ്ച ഞങ്ങളുടെ വീട്ടിലെ സംസാരം മൊത്തം ഈ പുതിയ കാറ്, കാശ് കൊടുത്ത് വാങ്ങിച്ച പുതിയ കാറ് കേടായി അതിന്റെ വാർത്തയാണ് മൊത്തം 2 ആഴ്ച ഞങ്ങളുടെ വീട്ടിലെ സംസാരം. But 2 weeks later, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ his friend was killed in a wreck. സുഹൃത്ത് ഒരു അപകടത്തിൽ മരണപ്പെടുവാനിടയായി. After that, he was glad his car broke. അതിനുശേഷം താൻ സന്തോഷിച്ചു തന്റെ കാർ അവിടെ വെച്ച് കേടായതിൽ. Because he got to spend time with his friend. അദ്ദേഹം പറയുകയാണ്, എന്റെ സുഹൃത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി, പക്ഷെ അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം മുഴുവൻ ചെലവഴിപ്പാൻ എനിക്ക് കഴിഞ്ഞു. You see, we're not smart enough to figure out when God's blessing us and when He's not. അങ്ങനെ സംഭവം ഉണ്ടായില്ല എന്നില്ല, സുഹൃത്തിനെടുത്ത് പോവുകയില്ല. പലപ്പോഴും നമുക്ക് തിരിച്ചറിയത്തില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ആകത്തുക സംക്ഷിപ്ത രൂപം. That's why we have to trust Him. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നാം ദൈവത്തിൽ ആശ്രയിക്കണം.
and say, I'm trusting you, God. പറയുക, കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുക. That's why we give thanks for everything. അതുകൊണ്ടാണ് നാം എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ ദൈവത്തെ പറയുന്നത്. Because sometimes we think it's bad, but it's good. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊരു മോശമായ കാര്യമാ, ഇതൊരു നന്മയല്ലെന്ന് വിചാരിക്കും. പക്ഷേ അതിന് മീതെ ദൈവം ഇതിനെ നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. You see, God may be taking you right now through a rough time. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കഠിനമായ ഒരു ജീവിത അനുഭവത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നത്. And you're asking, why is this happening to me? നിങ്ങൾ ചോദിക്കുന്ന ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? God's answering your prayer. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോവുകയാണ്. You said, God, here I am, use me. നിങ്ങൾ പറയാൻ പ്രാർത്ഥിക്കും, ദൈവമേ, ഞാൻ ഇവിടെ ഉണ്ട്, ഇതാ അറിയുന്നത്, എന്നെ ഉപയോഗിക്കണമേ. And He's using you. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. You may be working in a place where there's a bunch of bad people. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഇടത്ത്, ജോലി സ്ഥലത്തോ എവിടെയാണെങ്കിലും വളരെ ദോഷകരമായ ജീവിതം നയിക്കുന്ന മനുഷ്യരുണ്ടാവും. And you said, God, why do you have me here? കർത്താവേ, എന്തുകൊണ്ട് ഇങ്ങനൊരു സ്ഥലത്ത്, ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്നെ ആക്കി നിങ്ങൾ ചോദിച്ചിരിക്കാം. Sometimes it's so that they can see what a Christian looks like. പലപ്പോഴും അങ്ങനെയുള്ള മനുഷ്യരുടെ മധ്യേ ക്രിസ്ത്യാനികളെ ആയിട്ട് ജീവിക്കുന്നവരുടെ ജീവിതം കാണിപ്പാൻ ദൈവം നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുകയാവാം. Because God is using you കാരണം ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. to share the gospel of Jesus Christ. കർത്താവിന്റെ സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക്, ദൈവത്തെ അറിയാത്തവരുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയാണ്. So this right here reminds us ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. that God is blessing us. ദൈവം നമ്മെ വാസ്തവമായി അനുഗ്രഹിക്കുകയാണ്. Even when it doesn't look like a blessing. പലപ്പോഴും അത് അനുഗ്രഹമെന്ന് തോന്നത്തക്ക വിധമല്ല കടയിൽ കടന്നു വരുന്നതെങ്കിലും ദൈവം നമ്മെ വാസ്തവമായി അനുഗ്രഹിക്കുകയാണ്. We just have to trust God. ദൈവത്തെ പൂർണ്ണമായി നാം വിശ്വസിക്കണം. I told you how I got into the Church of God. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്റെ അനുഭവം എങ്ങനെയാണ് ഞാൻ ഒരു ചർച്ചക്കോടിന്റെ ശുശ്രൂഷകനായി മാറിയത്. My family thought I had really messed up. എന്റെ കുടുംബം അന്ന് ചിന്തിച്ചു എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ശരിയല്ല, ഇവന് വഴിതെറ്റിപ്പോയെന്നുള്ള ചിന്തയിലാണ് അവർ കരുതിയത്. My daddy went behind my back എന്റെ പിതാവ് എന്റെ പിന്നാലെ വന്ന് ഇങ്ങനെ പ്രകാരം പറഞ്ഞു and started talking with other people that he knew were in the Church of God. അങ്ങനെ പലരോട് പറയുകയുണ്ടായി. ഇവൻ ബാപ്റ്റിസം വിട്ട് ചർച്ചക്കൂടുകാരുടെ പുറകെ പോയെന്ന് പറഞ്ഞ് എന്നെ കുറിച്ച് മറ്റുള്ളവരോട് പറയുകയുണ്ടായി. It's what's called in our culture FBI, but it means Family Bureau of Investigation. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും FBI ഫാമിലി ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനായി എന്നെ കുറിച്ച്, എന്റെ പിന്മാറ്റത്തെ കുറിച്ച് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. And he found out the Church of God was all right. ചർച്ചക്കൂടുകാരെ ശരിയല്ലെന്നുള്ള രീതിയിൽ ആ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം അവരെല്ലാം ബാപ്റ്റിസ്റ്റുകാരാ, അവർ സംസാരിക്കാൻ തുടങ്ങി. In fact, one of his favorite preachers was a Church of God preacher. അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട ഒരു പ്രസംഗകൻ ചർച്ചക്കോട്ടിലെ പ്രസംഗകനാണ്. എന്നിരുന്നാൽ തന്നെയും he saw that what looked bad to him was actually good. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമായിരുന്നു. എന്നാൽ ഈ പെന്തക്കോസ്തിലേക്ക് തന്റെ മകൻ പോയത് തനിക്ക് ഒരു താല്പര്യമില്ല. And I just feel like that there are some of you who are going through a rough time right now. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ വല്ലാത്ത ഒരു കഠിനമായ ജീവിത ശോധനയിലൂടെ കടന്നു പോകുന്ന അനുഭവത്തിലായി നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. God wants me to remind you that you're still blessed. ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. And that blessing is not gone. ആ ബ്ലെസ്സിംഗ്, ആ അനുഗ്രഹം ഒരിക്കലും നഷ്ടപ്പെടുന്ന ഒരു അനുഗ്രഹമല്ല. I've been reminded this last week of the promise that God gave to Abraham. കഴിഞ്ഞ ആഴ്ചയില് അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ദൈവത്തെ ഓർപ്പിക്കുകയുണ്ടായി. He said, "Those that bless you, I will bless. അദ്ദേഹം പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. Those that curse you, I will curse." നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. You know, the Iranians have spent 45 years cursing Israel. നമുക്കറിയാലോ 45 വർഷത്തോളം പൂർണ്ണമായി ഒരു ശാപം ഇസ്രായേലിന്റെ മേൽ ചൊരിയേണ്ടതായിട്ടുണ്ട്. I think God answered them this week. എന്നാൽ ദൈവം അവർക്ക് മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. Not to
be a knock against those people. Because I think what God may be doing is opening up the barriers so that Christians can go in there and witness and share the gospel of Jesus Christ. ദൈവം നമുക്ക് വേണ്ടി പ്രതികൂലം തോന്നിക്കുന്ന പലതും നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ മറ്റുള്ള അറിയിപ്പാനുള്ള വാതിലുകളായി വഴികളായി മാറും. And that curse will turn into a blessing. എന്നാൽ ആ ശാപങ്ങളെല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അതിനകത്തുണ്ട്. Because God has called us and left us in this world to share the good news of Jesus Christ. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുമായി ദൈവത്തിന്റെ സുവിശേഷത്തെ പ്രതിയാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനാണ്. And he's reminded me this morning that it's not for Americans or English or whoever, it's for everybody. അത് പ്രത്യേക ജാതിക്കോ അമേരിക്കക്കാർക്ക് വേണ്ടിയോ വെളുത്തവർക്കാർക്ക് വേണ്ടിയോ മാത്രമല്ല, സകലർക്കും വേണ്ടി ഇത് രാവിലെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതെല്ലാവർക്കും വേണ്ടി ദൈവം തുറന്ന ഒരു വഴിയാണ്. Your worship blessed me this morning. നിങ്ങളുടെ ആരാധന എനിക്ക് കണ്ട് വളരെ സന്തോഷമുണ്ടായി. അത് കണ്ട് അത് അനുഭവിച്ച് ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെടുന്നതിനിടയായി തീർക്കാൻ. Because God's grace is great. ദൈവത്തിന്റെ കൃപ എത്ര ആഴമുള്ളതാണെന്ന് ഇന്ന് രാവിലെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And I just want to share with you that God loves you. എന്നാൽ ഞങ്ങൾ പറയട്ടെ, വാസ്തവമായി ദൈവം നിങ്ങളെ സ്പർശിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. And He is blessing you. നിങ്ങളെ അനുഗ്രഹിപ്പാൻ എന്റെ കർത്താവിന്റെ സാന്നിധ്യം പോലെ കാലവിടെ ഉണ്ട്. And I just want to pray multiple blessings upon you. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ അനേകം മടങ്ങായി നിങ്ങളുടെ മേൽ വരുവാൻ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. Because His blessings are true and everlasting. കാരണം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അത് സത്യമാണ്, അത് എന്നേക്കുമുള്ള അനുഗ്രഹങ്ങളാണ്. And I'm just going to ask you to bow your heads right now, and I'm just going to pray for you. ഞാൻ നിങ്ങളുടെ മേൽ കരം നീട്ടി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. And I'm going to turn it over to your pastor. ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ച ശേഷം ദേവദാസനിലേക്ക് ഞാൻ സമയത്തെ കൈമാറുകയാണ്. Praise the Lord. God bless these people. കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. Anoint their leaders. കർത്താവേ, അവരുടെ നേതാക്കന്മാരെ, അവരെ നയിക്കുന്നവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. Bless their going out and coming in. അവർ പുറത്തു പോകുമ്പോഴും അകത്ത് വരുമ്പോഴും ഒരു അനുഗ്രഹിക്കപ്പെടട്ടെ. May the face of the Lord shine upon them. ദൈവമേ, അവിടുത്തെ മുഖപ്രകാശം അവരുടെ മേൽ ഉദിപ്പിക്കണമേ. May they win many souls into the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. Let their steps be blessed. കർത്താവേ, അവരുടെ ചുവടുകൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. Let their homes be blessed. കർത്താവേ, ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. Let their children be blessed. കർത്താവേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Let their words be blessed. കർത്താവേ, അവരുടെ വാക്കുകൾ, അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. Let their deeds be blessed. കർത്താവേ, അവരുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. And may the grace of Jesus Christ be upon them. കർത്താവേ, കർത്താവായ യേശുവിന്റെ കൃപ എപ്പോഴും ഇവരുടെ മേൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. In His holy name we pray. കർത്താവേ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen and Amen. amen. Amen and amen. Hallelujah. Amen. Thank you, Pastor. Praise God. Thank you. God bless you. ദൈവം നമ്മെ കേൾപ്പിച്ച് ആരാധിക്കുമ്പോൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇത് മുതൽക്കാലം നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാൻ പ്രിയമുള്ളവരെ ഒന്ന് ധ്യാനിക്കുക. ഇത് നമ്മുടെ ഉള്ളിൽ മധ്യ കടന്ന ദൈവത്തിന്റെ വചനം. That's a very timely message. Hallelujah. We are praying for God's blessing, and today we will hear what is a real blessing. യഥാർത്ഥ അനുഗ്രഹം എന്താണെന്ന് നാം ഇന്ന് പോൽക്കാലം കേൾക്കുകയുണ്ടായി. നമ്മുടെ മാനുഷിക ബുദ്ധിയോട് നമ്മൾ ചിന്തിക്കും, ഇതാണ് അനുഗ്രഹം. രണ്ട് അനുഗ്രഹത്തിന് മുൻപ് യാക്കോബിനോട് പേര് ചോദിക്കപ്പെട്ടു, അല്ലേ? സ്തോത്രം. നീ ആരാണ്? ഈശ്വരോ, ആദ്യത്തെ അനുഗ്രഹത്തിന് മുമ്പ് യാക്കോബ് പറഞ്ഞെന്താ? ഞാൻ ഏശാവാണ്, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവന് മനസാന്തരം ഉണ്ടായില്ല. ആ അനുഗ്രഹമൊന്നും അവന് ഹല്ലേലൂയ ഭൗതികമായി ഉപകാരപ്പെട്ടെങ്കിലും പിന്നീട് മനസ്സിലായി. രണ്ടാമത്തെ അനുഗ്രഹം ദൈവം അനുഗ്രഹിച്ചപ്പോൾ വീണ്ടും അവന്റെ പേര് ചോദിക്കപ്പെട്ടു. ഇതുപോലെ ചിന്തിച്ചോണം. അവൻ യഥാർത്ഥമായി നമ്മുടെ അവസ്ഥ തുറന്നു പറയാതെ നാം യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെടത്തില്ല. ബാക്കി എല്ലാം അനുഗ്രഹം ഒരു തോന്നൽ മാത്രമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കുന്നു. നീ എന്നെ വാസ്തവമായി അനുഗ്രഹിച്ചതല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല.
ദൈവം ചോദിക്കുക, നിന്റെ പേരെന്തുവാ? യാക്കോബിന്റെ പേരെന്താ? ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. യാക്കോബ് തന്റെ ഉള്ള അവസ്ഥ തന്നെ ആരെന്ന്, ഇതുപോലെ പേര് നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ ആരെന്ന്. ഹല്ലേലൂയ, സ്തോത്രം അല്ലേ, സ്തോത്രം. നിങ്ങളുടെ ഐഡന്റിറ്റി എന്തുവാണ്? നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് അല്ലേ, സ്തോത്രം. നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങളുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇല്ലാത്ത ഒരു ഐഡന്റിറ്റി കാർഡ് ഇല്ല. ഫോട്ടോ ഇല്ലെങ്കിലും പേര് കാണും അല്ലേ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതുപോലെ കാലം our name is our identity. And when we tell God our name, നമ്മുടെ ദൈവത്തോട് പേര് പറയുമ്പോൾ നമ്മുടെ ആരാണെന്ന് ദൈവത്തിന്റെ ഒരുപാട് പഠനത്താവ് ഞാൻ ഇതാണ്, എന്റെ ശൂന്യമായ അവസ്ഥ ഇതാണ്, എന്റെ ജീവിതത്തിലെ കുറവുകൾ ഇതാണ്, എനിക്ക് ആവശ്യം എന്റെ അനുഗ്രഹമാണ്. ഇതുപോലെ കാലം അവിടുത്തെ അനുഗ്രഹം എനിക്ക് ആവശ്യം. എത്ര പേര് പറയുന്നത് ഹല്ലേലൂയ? എത്ര പേര് ദൈവത്തിന് നമ്മുടെ കരങ്ങളിൽ ഉയർത്താം? ഹല്ലേലൂയ. ദൈവത്തിന് പറഞ്ഞാൽ ഇതുപോലെ കാലം ദൈവദാസനിലൂടെ കേൾപ്പിച്ച ആരാധന നമുക്ക് അനുഗ്രഹമായി തരട്ടെ. Let it be a blessing in our life. Let this message, today's message, transform our lives. And let us pray that, oh God, this is what I am. This is my whole thing. Hallelujah. There is nothing I want to cover before you, and I need one thing, that is a blessing from you, the real blessing from God, and that shall transform me. Hallelujah. അന്നവന്റെ പേര് യാക്കോബ് മാറി ഒരു ഇസ്രായേലായി മാറി. പ്രിയപ്പെട്ടവരെ, ഇന്നും ആ പേര് നിലനിൽക്കുന്നു. ഇന്നും വെല്ലുവിളികളുണ്ട്, എന്നാലും നിലനിൽക്കുന്ന പേരായി ഇസ്രായേൽ മാറിയെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാണ് പ്രാർത്ഥിച്ച കർത്താവേ, കാലാവസ്ഥ മാറുമ്പോൾ, സീസൺ മാറുമ്പോൾ മാറിപ്പോകുന്ന അനുഗ്രഹമല്ല, മനുഷ്യർ മാറിപ്പോകുന്ന അനുഗ്രഹമല്ല, ആളുകൾ പ്രതികൂലമാകുമ്പോൾ മങ്ങിപ്പോകുന്ന അനുഗ്രഹമല്ല, ഹല്ലേലൂയ, സാഹചര്യം അനുസരിച്ച് മാറുന്ന അനുഗ്രഹമല്ല, എന്നേക്കും നിലനിൽക്കുന്ന സ്ഥായിയായ അനുഗ്രഹം എന്റെ മേൽ ചൊരിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray for the servant of God, the anointed man of God. Let us pray for his church. Let us pray for the corners of Church of God, Awada, and also his family. Hallelujah. Let's pray that God will make them a blessing. Hallelujah. Praise the Lord. Hallelujah. For 24 plus years, he could serve God's people. Hallelujah. Let's pray that God will make them and continue to make them a blessing for the church, for the pastors over there, for the believers over there. Let us pray that in the city of Awada, in and around the city, God shall anoint him and use him mightily for his glory. And also he's a district pastor of Denver. Let us pray that God will bless him. Hallelujah. Overseeing things and guiding the pastors, and as he's the leadership, let us pray that God will bless him and use him mightily for his glory. ദൈവത്തെ ധാരാളമായി അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ ആദരിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതുപോലെ കാലം ദൈവസഭ ചേർന്ന് ദേവദാസനായിരുന്നത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട് അടുത്ത ആഴ്ചക്കാലം ദൈവം അനുഗ്രഹിക്കപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിച്ചാട്ട് ഇതുപോലെ കാലം വെളിപ്പെട്ട ദൈവത്തിന്റെ വചനം നമുക്ക് അനുഗ്രഹമായി വെളിപ്പെടുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. വലിയൊരു സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. പിതാവിനോട് ചേർന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ചോദിച്ചാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ആഴ്ച ഉടനെ 1-ാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കടന്നു വന്ന സന്ദർഭം മുതൽ ദൈവത്തിന് മഹാസാന്നിധ്യം അടിയങ്ങളോട് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. എല്ലാ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നല്ല സംഗീതത്തെ നൽകി തന്നല്ലോ, അത് പാടി ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മണപ്പാഠവാക്യങ്ങളെ ഒക്കെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ ഇടയാക്കി. എല്ലാ കൃപയ്ക്കായി ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആകർഷണത്തിൽ സൂക്ഷിച്ചുകൊള്ളണമേ, ദൈവകൃപയിൽ പൊതിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി വെട്ടിച്ച് എല്ലാവർക്കായും സ്തോത്രം. കർത്താവിനെ നിഗ്രഹിക്കണമേ, മഹാസാന്തി അവരോട് കൂടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കാലം അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ദാസനെ അതിനായി ബലപ്പെടുത്തിയ കർത്താവേ, ആ സഭയെ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. തന്റെ കുടുംബത്തെ ദൈവം സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട ദൈവം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിനെ പോലെ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ സ്ഥിതി അറിഞ്ഞ്, നിലയറിഞ്ഞ് കർത്താവെ, ഞങ്ങളുടെ ഉള്ള അവസ്ഥ അറിഞ്ഞ് നീ ഞങ്ങളെ സഹായിപ്പാൻ മതിയായവരാണ് കർത്താവെ.
ഈ നാളിൽ കർത്താവിന്റെ സന്നിധിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങളെ വിടല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ അവിടുത്തെ പാദപീഠത്തിലായി തീരുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സഭയെ മുറ്റുമായി ഏൽപ്പിക്കുന്നു, വ്യക്തികളായി ഏൽപ്പിക്കുന്നു. ഈ ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അങ്ങയുടെ ദാസൻ ഞങ്ങളുടെ ഇടയിൽ കടന്നു വരുന്ന ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കുന്നത് കർത്താവേ. അല്പസമയം തിരുസന്നിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ സഹായിച്ചു കൊള്ളണമേ. ഓരോ വ്യക്തികളെയും ഏൽപ്പിക്കുന്ന അനുഗ്രഹിക്കണമേ കർത്താവേ. യാത്രയാകുന്നവരോടുകൂടി ദൈവത്തിന് മഹാസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും കർത്താവിനെ പ്രസാദിച്ച് ജീവിക്കാൻ കൃപ തരണമേ. നിമിഷം തോറും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ ആഴ്ച അവിടുത്തെ ചിറങ്ങുകീഴ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ കർത്താവേ. എല്ലാ നിലയിലും ദൈവത്തിന്റെ നാമം ഞങ്ങൾക്ക് മഹത്വം എടുക്കാനിടയാക്കുന്ന കർത്താവേ. പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാം അടിയാരെ യഹോവ മനസ്സ ഉടയ മഹോന്നത വരനെ വന്ദനം നിനക്കാവേ. അവൻ മനസ്സലി ഉടയ മഹോന്നത വരനെ വന്ദനം നിനക്കാവേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോട് പ്രാർത്ഥന ചെയ്തോടും ദിവസം എല്ലാ ഭയങ്ങളോടും പ്രതികരണം മധ്യകടന്നു ഐശ്വര്യമായ മനുഷ്യ ദേവദാസോടും കുടുംബത്തോടും ശുശ്രൂഷയോടും കൂടെ കർത്താവിന്റെ നാമത്തിൽ നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. മാറാനാഥ. God bless you all. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ.